ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവില് നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് കരുതി അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്ത് പിന്നീട് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയെയും സച്ചിയൊക്കെ കാണിക്കുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ട, അമ്മ പോയിട്ട് കുറെ ദിവസമായില്ലേ, അമ്മയൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ, അമ്മ നമ്മളെയൊന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അമ്മ എന്തായാലും അച്ഛനെ വിളിക്കാതിരിക്കില്ല, നമ്മളെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാണാവോ എന്നിങ്ങനെയൊക്കെ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒരു ഒച്ച കേൾക്കുകയാണ്, അയ്യോ അമ്മേ, അയ്യോ എൻ്റെ നടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ശ്രുതിയുടെ കരച്ചിലാണ്. ശ്രുതി എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. ആവോ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കലാവതി അമ്മ ശ്രുതിയുടെ നടു ചവിട്ടി തിരുമ്പുകയാണ്. അപ്പോൾ ശ്രുതി വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ അച്ഛൻ അത് നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛൻ പറയാണ്, എന്തായാലും അമ്മ നല്ല രീതിയിൽ ചവിട്ടി ഒഴിയട്ടെ, ശ്രുതിയുടെ അസുഖമൊക്കെ വേഗം ഭേദമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, മതി അച്ഛമ്മ, എൻ്റെ അസുഖമൊക്കെ മാറി, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ഉറപ്പാണോ എന്ന് ചോദിക്കണം. ഉറപ്പാണ്. അപ്പൊ എഴുന്നേറ്റ് നിന്ന് നീ എന്നാലെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാണ്. എന്നാ നീ ഒന്ന് ചാടിക്കാണിച്ച് നിന്റെ അസുഖമൊക്കെ മാറിയൊന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പോഴേക്കും അവിടേക്ക് രേവതിയും സച്ചിയൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ അവൾ ചാടി കാണിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്ക്, ഒരു കുഴപ്പമില്ല അച്ഛമ്മ എന്ന് പറയാണ്. എന്നാലേ ബാക്കി പണി അവിടെ ഇട്ട് കെടുക്കണ്ടല്ലോ, അത് മുഴുവനും പൂർത്തിയാക്കൂ എന്ന് പറയാണ്. ഞാനോ പണിയെടുക്കാനെന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് വേണ്ട വേറെ പണിക്ക് നിൽക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കലാതി അമ്മ അത് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പോകുന്നത് ശരി അച്ഛമ്മയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്താണെങ്കിലും കലാവതിയമ്മ മനസ്സിൽ കരുതുകയാണ്, അതെ നിന്റെ അമ്മായിമ്മയെ എൻ്റെ അരികിൽ വിളച്ചിലെടുത്തിട്ട് നടന്നിട്ടില്ല, പിന്നെയാണ് നിന്റെ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്തായാലും ശ്രുതി മാറി നിന്നിട്ട് നമ്മുടെ മീരയെ ഫോൺ ചെയ്യുന്നുണ്ട്. നിന്റെ ഒരു ഐഡിയ കാരണം ഇപ്പം എന്താ, എൻ്റെ ഉളുക്കാത്ത നടു എൻ്റെ ഉളുക്കി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ സംസാരിക്കുന്നത് കലാവതി അമ്മ മാറി നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. എന്താ ശ്രുതി നീ എവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്നാൽ വേഗം പണി നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ ശരിക്കും നടു ഉളുക്കിയ ശ്രുതിയുടെ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് സച്ചി പൊട്ടി ചിരിക്കുകയാണ്. നടു ഉളുക്കി പതുക്കെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അച്ചമ്മ ഉടുക്കാത്ത ശ്രുതിയുടെ നടു ശരിക്കും ഉളുക്കി കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നീ പോടാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അതേ സമയത്താണെങ്കിൽ ശ്രുതിയെ സ്കെച്ച് ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആ ഗുണ്ടകൾ. അപ്പോൾ നീലിമ വിളിക്കുന്നുണ്ട് അവരെ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി, നിങ്ങൾ എന്ത് ഇത്ര നേരമായിട്ട് എന്നെ വിളിക്കാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിതേ അവരെ കണ്ടു. അപ്പോൾ സച്ചി വീടിൻ്റെ പുറത്തിറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പുറത്തിറങ്ങി ഞങ്ങളെ കൺമുന്നിൽ തന്നെയുണ്ട്, അവനൊരു പാർക്കിലാണുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പാർക്കിലേക്ക് കയറുന്നതിന് മുമ്പ് അവനെ പിടികൂടണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അവനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? മേഡം പേടിക്കേണ്ട, മേഡത്തിൻ്റെ മുന്നിൽ ഇന്ന് എന്തായാലും ഞങ്ങളിവിടെ എത്തിച്ചു തരാം അവനെ എന്നിങ്ങനെ വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗജാനന്ദനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗജാനന്ദന് ഒരു ആളോട് പലിശക്കാശൊക്കെ ചോദിച്ച് അയാളെ തല്ലാനൊക്കെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ദേവു ആയ ഒരു കാഴ്ച കാണുന്നത്. അപ്പൊ ദേവു ആണെങ്കിൽ വേഗം തന്നെ സച്ചിയെ വിളിച്ച് വിവരം പറയാണ്. സച്ചിയേട്ടൻ എവിടെയാണെന്ന് ചോദിക്കാം. അപ്പൊ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. എന്നാലേ ഗജാനന്ദൻ ഇവിടെ ജംഗ്ഷനിലുണ്ട്, സച്ചേട്ടൻ വേഗം ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പം വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി ചോദിക്കുകയാണ്, എന്താ ദേവ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓട്ടം ഉണ്ട്, ഞാൻ ഇപ്പം വരാം അച്ഛാ, രേവതിയെ നോക്കിക്കോളണം കേട്ടോ എന്ന് പറയാണ്. ശരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് വേഗം ചെല്ലുകയാണ്. അപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ സച്ചിയും കൂട്ടുകാരനും കൂടി ഗജാനന്ദന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഗജാനന്ദന് എൻ്റെ ഭാര്യയെ നീ എന്താടാ ചെയ്ത്, എൻ്റെ ഭാര്യയെ നീ കിടത്തിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ തല്ലുന്നൊരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.